എന്താ നീ വരില്ലേ? ഞാൻ എന്താ വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവന്തികേ, നീ എന്നെ വട്ടു പിടിപ്പിക്കരുത്. ഹലോ, കേൾക്കുന്നുണ്ട്. നാളെ ഒന്ന് നിന്നെ വന്ന് കാണാൻ പറ്റുന്ന സാഹചര്യമല്ല എനിക്ക്. ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നാളെ തന്നെ ഞാൻ ചെയ്യാം. റിമാൻഡ് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാകുമ്പോൾ നിനക്ക് ജാമ്യം കിട്ടുന്ന രീതിയിൽ എല്ലാം ഞാൻ ചെയ്തോളാം. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. എനിക്ക് നിന്നെ ഒരു വിശ്വാസക്കുറവുമില്ല. ഈ ജയിലിൽ കിടക്കാന്ന് പറയുന്നതേ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ചും മനസ്സിൽ ഇത്രയും വാശി കൂടി ഉള്ളപ്പോ. നീ എന്നെ ഒന്ന് പുറത്തിറക്കിയാൽ മാത്രം മതി. ബാക്കി എനിക്കറിയാം എങ്ങനെ വേണമെന്ന്. അത് ഞാൻ ഏറ്റു. ഒരുറപ്പ് ഞാൻ തരാം. നീ ശിക്ഷ വാങ്ങി ജയിലിലേക്ക് ഇനി പോവേണ്ടി വരില്ല എന്നുറപ്പ്. ജാമ്യത്തിലെടുത്ത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ടോ അതോ മറ്റെവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കാൻ പോവാണോ? ജാമ്യത്തിലെടുക്കാനോ? ആരെ? നീ എന്ത് പിച്ചും പേയും പറയുന്നേ? ഞാനൊരു കൂട്ടുകാരിയായിട്ട് സംസാരിക്കായിരുന്നു. ഓ, നിങ്ങളുടെ കൂട്ടുകാരിയൊക്കെ ഇപ്പോ ജയിലിലാണോ? എനിക്കറിയാം നിങ്ങൾ ആരോടാ സംസാരിച്ചെന്ന്. പറഞ്ഞതൊക്കെ വ്യക്തമായിട്ട് ഞാൻ കേൾക്കുകയും ചെയ്തു. അർച്ചന ജീവിച്ചിരിക്കുമ്പോ അത് നടക്കാൻ പോകുന്നില്ല. ജാമ്യം കിട്ടുമായിരിക്കും. അവനെ വീണ്ടും ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടിയാണെങ്കിൽ ആ വെള്ളം ഇപ്പൊ തന്നെ അങ്ങ് വാങ്ങി വെച്ചേക്ക്. നീ എല്ലാം കേട്ടെങ്കിൽ പിന്നെ ഞാൻ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ധനുഷിനെ ജാമ്യം എടുത്ത് പുറത്തിറക്കാൻ തന്നെ എന്റെ തീരുമാനം. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്. എന്നെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അവനിപ്പോ അകത്ത് കിടക്കുന്നതും. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല. കാരണം ഏതോ ഒരാള് തെളിവിന് കാരണമായിട്ടുള്ള ബിജുവും ധനുഷും ഒന്നിച്ചു നിൽക്കുന്ന വീഡിയോ എനിക്കന്ന് അയച്ചു തന്നായിരുന്നു. വിവാഹം മുടക്കണമെന്ന് എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാളും താല്പര്യമുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അതാരാണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അത് വന്ന് നിൽക്കുന്നത് ദാ ഇങ്ങനെ മുഖാമുഖമാണെങ്കിൽ അന്ന് തീരും ധനുഷു അവന്തികയായിട്ടുള്ള ബന്ധം. നിങ്ങൾക്ക് വലിയൊരു വിചാരമുണ്ട് നിങ്ങൾ ബുദ്ധിമതിയും ബാക്കിയുള്ളവര് ബുദ്ധിയില്ലാത്തവരുമാണെന്ന്. എത്രയൊക്കെ തിരിച്ചടി കിട്ടിയിട്ടും അത് അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല. അതിനർത്ഥം ഇപ്പോഴും നിങ്ങൾക്ക് കാര്യഗൗരവം ഇല്ല എന്നുള്ളതാ. എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വക്കീലിനെ കൊണ്ട് തന്നെ ധനുഷിന്റെ കേസ് വാദിക്കണം. എന്നിട്ട് അവനെ പുറത്തു ഇറക്കണം. ഈ വീടൊഴിച്ച് മറ്റെവിടെയാണെങ്കിലും അവന് താമസിക്കാം. നിങ്ങൾക്ക് പഴയതുപോലെ അവനുമായിട്ട് ചേർന്ന് ഈ കുടുംബം എങ്ങനെ തകർക്കാമെന്നോ ആലോചിക്കാം. അതിലൊക്കെ എനിക്കോ ഇവിടെ ഉള്ളവർക്കോ ഒരു കുഴപ്പമില്ല. കാരണം അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിച്ചിട്ട് അവന് നിങ്ങൾക്കും അത് പറ്റിയിട്ടില്ല. പിന്നല്ലേ ഇനിയും എന്തെങ്കിലും കള്ളം പറഞ്ഞോ നാടകം കളിച്ചോ അവനെ ഇവിടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ
ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹത്തിന്റെ അന്ന് നിങ്ങൾ അഭിനയിച്ചൊരു ബോധക്ഷയമില്ലേ, അത് ശരിക്കും അന്ന് സംഭവിക്കും. അതെങ്ങനെയെന്ന് ഞാൻ അപ്പ കാണിച്ചു തരാം. മൂർത്തി, നീ എവിടെ? എനിക്കൊരു അത്യാവശ്യമുണ്ട്. നീ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒന്ന് വിട്. ആഹാ, താൻ കയറി കിടന്നോ? നേരെ ഒരുപാടായി. സച്ചേട്ട ഫോൺ ചെയ്യാൻ പോയതുകൊണ്ട് അറിയാത്തതാ. രാവിലെ നേരത്തെ എഴുന്നേക്കണം, അടുക്കള ജോലിയെല്ലാം നേരത്തെ തീർത്തിട്ട് കുഞ്ഞുമോളുടെ അടുത്ത് കുറേ നേരം ഇരിക്കണം. താൻ കൂടുതൽ നേരം മോളുടെ അടുത്ത് തന്നെയല്ലേ? സച്ചേട്ടൻ കരുതുന്ന പോലെയല്ല. ഈ പ്രായത്തിൽ നമ്മൾ എപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇല്ലേലേ എന്തെങ്കിലും അസുഖമൊക്കെ വരും. ആ, കുഞ്ഞു വന്നതിന് ശേഷം നമ്മളെ ഒന്നും ശ്രദ്ധിക്കാൻ ആരും മെനക്കെടുന്നില്ലേ? ആ, സ്നേഹമെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ടോ എന്നാണ് സംശയം. എങ്കിലേ അങ്ങനെ ഒരു സംശയം വേണ്ട. എനിക്കിപ്പോ അവളോടാ കൂടുതൽ സ്നേഹം. നമുക്കും വേണ്ടേടോ അതുപോലൊരു കുഞ്ഞ്. ആ, അങ്ങനെ വേണമെങ്കിൽ എന്നോടും ഒരല്പം സ്നേഹമൊക്കെ കാണിക്കണം. ഒരു കുഞ്ഞു പോരെ സച്ചേട്ടാ, നമുക്ക് കുറേ കുഞ്ഞുങ്ങൾ വേണം. ആ, എത്ര വരെ ആവാം? ഒരു ഡസൻ വരെയൊക്കെ ആവാം. ഒരു ഡസനോ? അതൊക്കെ ആഗ്രഹം മാത്രല്ലേ. സച്ചേട്ടൻ ചോദിച്ചോണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും താൻ ആഗ്രഹം പറഞ്ഞല്ലേ. ഒരു ഡസൻ തീർത്തില്ലെങ്കിലും 6 ഡസനെങ്കിലും നമുക്ക് ഒപ്പിക്കാം. ആ, ഇങ്ങനെ പരസ്പരം പറഞ്ഞാൽ മാത്രം മതിയോ? ആ, അതിനായിട്ടേ നമ്മളും ചിലതൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ആ, 6 ഡസൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്കാ. ആ ടാസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. താൻ റെഡിയാണെങ്കിൽ മാത്രം. പ്രസവിക്കാൻ ഞാൻ റെഡിയാ. ഈശ്വരനെ അനുഗ്രഹിച്ച മാത്രം മതി. ഈശ്വരൻ അനുഗ്രഹിച്ച മാത്രം പോരാ. നമ്മളുടേതായ കർമ്മങ്ങൾ കൂടി അതാത് സമയത്ത് ചെയ്യണം. അതിന്റെ കൂടെ ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആഗ്രഹം സബലീകരിക്കുന്നത്. ഉറങ്ങ്. എല്ലാം മറന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങ്. മറക്കുന്ന കൂട്ടത്തിൽ നീ ആദ്യം മറക്കേണ്ടതേ ധനുഷിനെയാ. അവനെ ഇങ്ങ് തന്നേരെ.
ഈ ഏട്ടത്തിക്ക് അവനെ വേണം. ഇനി നിന്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് നീയല്ല, ലഹരിയാ. എന്താ എന്താ പറ്റിയേ? അറിയില്ല ചേച്ചി. പാല് കുടിച്ചോണ്ടിരുന്നിട്ട് പെട്ടെന്ന് കരയോ. പാല് തലേ കയറിയതായിരിക്കും. എന്താ? എന്താണിടാ? കരയല്ലേ കരയല്ലേ. ഓ ഇല്ല 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 ഇല്ല. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ വാ ഓ ഓ ഓ ഓ ഓ. മൂർത്തി പറഞ്ഞുവിട്ട ആളല്ലേ? അതെ, ഞാൻ ശങ്കർ. ആ, അവൻ നാട്ടിലില്ലാന്ന് പറഞ്ഞതുള്ളതാണോ? അതെ, അവൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരൂ. എന്ത് ആവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കണമെന്നാ എന്നോട് പറഞ്ഞത്. അപ്പോ ഞാൻ ആവശ്യം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ജയിലിലാ, റിമാൻഡിലാ. അവനെ ജാമ്യത്തിൽ പുറത്തിറക്കണം. ആൾമാറാട്ടം, കിഡ്നാപ്പിംഗ്, ഇതൊക്കെയാണ് കേസ്. ജാമ്യം കിട്ടണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള ബുദ്ധിയും കഴിവുമുള്ളൊരു ആൾ തന്നെ വേണം. അങ്ങനെ ഒരാളെ വേഗം കണ്ടെത്തണം. വേഗം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ. പിന്നെ എനിക്ക് വേണ്ടത് ജാമ്യത്തിൽ ഇറങ്ങുന്ന അവന് താമസിക്കാൻ നല്ലൊരു വീടാ. ഇത്രയും കാര്യങ്ങളാ ശങ്കർ എനിക്ക് ചെയ്തു തരേണ്ടത്. എന്താ, നടക്കൂ? നടക്കും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അഡ്വക്കേറ്റ് വിജയലക്ഷ്മി. ഇതുപോലുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ ആള് മിടിക്കുക. പക്ഷേ ഫീസ് അല്പം കൂടുതലാ. അത് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. കാശ് എത്ര വേണേലും ഇറക്കാം. കാര്യം നടന്നാ മതി. അപ്പോ ഇന്ന് തന്നെ ഞാൻ അഡ്വക്കേറ്റിനെ പോയി കാണാം. മാഡം പറഞ്ഞതുപോലെ ഒരു വീട് നോക്കാം. അഡ്വക്കേറ്റിനും വീടിനുള്ള അഡ്വാൻസ് ഞാൻ അയച്ചേക്കാം. അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ശങ്കരനെ തിരിച്ചു വിളിച്ചാൽ മതി. ശരി മാഡം. പിന്നെ അഡ്വക്കേറ്റിനോട് തൽക്കാലം എൻ്റെ പേരും ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ മാഡം. എന്ന് ശങ്കർ ചെല്ല്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കേ. അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ശരി മാഡം, എന്നാ ഞാൻ പോകട്ടെ. ആ.
ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങാന്ന് തീരുമാനിച്ചത് നന്നായി. ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പറയുന്ന ഡേറ്റിലൊക്കെ ചെക്കപ്പിന് വരണം. ഓ അതുകൊണ്ട് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഇനി ആലോചിക്കാനൊന്നുമില്ല ഡോക്ടർ. ഞങ്ങൾ തീരുമാനിച്ചു തന്നെയാ വന്നത്. ഒരു കുഞ്ഞു വന്നതിന് ശേഷം സന്ദീപിന്റെ ആതിരയുടെ സന്തോഷം ഞങ്ങൾ കാണുന്നത്. ആ സന്തോഷം ഞങ്ങൾക്കും വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നതും. ഡോക്ടർ പറയുന്ന ഡേറ്റിൽ ഞാൻ സച്ചേട്ടനെ കൊണ്ട് വന്നോളാം. സച്ചി, 2 മിനിറ്റ് ഒന്ന് പുറത്തേക്കാവോ? അത് നന്നായി ഡോക്ടർ. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ സച്ചേട്ടന്റെ പ്രശ്നം കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തേന്ന് സച്ചേട്ടന് മനസ്സിലായല്ലോ. ഇതുവരെ ഞാനത് ആ പാവത്തിനെ അറിയിച്ചിട്ടില്ല. പലരുടെയും തകർച്ച കണ്ട് മരവിച്ച മനസ്സാണ് എൻ്റേത്. എങ്കിലും എൻ്റെ സച്ചേട്ടൻ തകരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കണേ. ട്രീറ്റ്മെന്റിന് ഞാൻ സച്ചേട്ടനോടൊപ്പം വരാം. ഞങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമുള്ളതുപോലെ വേണം. സംസാരവും ട്രീറ്റ്മെന്റും എല്ലാം. അത് ഞാൻ നോക്കിക്കോളാം അർച്ചന. എങ്കിലും സച്ചിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ ട്രീറ്റ്മെന്റ് എല്ലാം അർച്ചനയെ എടുക്കണം. ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ. ഡോക്ടർ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഉത്തരത്തിൽ തന്നെയാ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. എന്റെ സച്ചേട്ടനും ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞിനും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാ ഡോക്ടർ. ആതിരയുടെ കുഞ്ഞിനെ ഞാനെടുത്ത് ലാളിക്കുമ്പോഴും കൊണ്ടു നടക്കുമ്പോഴും ചിലപ്പോഴെങ്കിലും സച്ചേന്റെ മനസ്സ് നീറുന്നുണ്ട്. എനിക്ക് വിഷമാവെന്ന് കരുതി പറയാത്തതാ. അതുപോലെ തന്നെ സച്ചേട്ടൻ മോളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാനും തകർന്നു പോവും. അനിയന്റെ കുഞ്ഞിനോട് പോലും ഇത്രയും സ്നേഹം സച്ചേട്ടൻ കാണിക്കുമ്പോൾ തനിക്കൊരു കുഞ്ഞ് സ്വന്തമായിട്ടുണ്ടാവില്ല എന്നറിഞ്ഞാ എനിക്കതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. ഈ വലിയ സത്യം മറച്ചു വെച്ച് ഞാൻ സച്ചേന്റെ മുമ്പിൽ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ ഞാൻ വല്ലാണ്ട് പാടുപെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തില് എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു തോന്നല് എനിക്കുണ്ടായോ? പറഞ്ഞു പോയോ ഞാൻ കാരണം എന്റെ സച്ചേട്ടൻ? അതുകൊണ്ടാ ഞങ്ങള് വേഗം വന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്ന് പറഞ്ഞത്. ഇനി ഈ ട്രീറ്റ്മെന്റിന് ഫലമില്ലാതെ വല്ലതും പോവോ ഡോക്ടർ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അർച്ചന ധൈര്യമായിട്ടിരിക്കും. സച്ചിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞിന് സാധ്യത ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് തന്നെ. സച്ചിയുടെ പ്രശ്നം നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ മാറ്റാവുന്നതേ ഉള്ളൂ. അതിനൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന കൂടി ഉണ്ടാവുമ്പോൾ വേഗം അർച്ചന ഒരു അമ്മയും സച്ചിയുടെ അച്ഛനും ആവും. അതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അർച്ചന ആലോചിക്കണ്ട. സച്ചിക്കും ധൈര്യം കൊടുക്കേണ്ടത് അർച്ചന തന്നെയാ. മനസ്സിലായോ?
കഴിക്കുന്ന മെഡിസിൻസ് എല്ലാം രാത്രി സച്ചിക്ക് കൊടുക്കണം. സച്ചിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അർച്ചനയും സച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ കഴിക്കണം. ഞാനങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. അർച്ചന കഴിക്കാതിരിക്കുന്നത് സച്ചിയിൽ ചിലപ്പോൾ സംശയം ഉണ്ടാക്കും. അത്